ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: ദൈവത്തിന്റെ മാർഗത്തിൽ വസിച്ചിരുന്നുവെങ്കിൽ നീ എന്നേക്കും സമാധാനം അനുഭവിക്കുമായിരുന്നു. ഒരു വലിയ ചിന്തയും പ്രാർത്ഥനയും ഒരു അഡ്വൈസും ഒക്കെയാണ് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുക. പ്രത്യേകമായി ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തെയും നമ്മൾ കാണുമ്പോൾ, വ്യക്തികളുമായി അടുത്തിടപഴകുമ്പോൾ എന്തൊക്കെയുണ്ടായാലും പലപ്പോഴും സമാധാനത്തിൻ്റെ കുറവ്, ജീവിതത്തിൻ്റെ ഓരോ ദിവസവും സമാധാനം കുറഞ്ഞു പോകുന്ന ഒരു തലം നമുക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ കാണാനായിട്ട് പറ്റും. ഇന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മോട് പറയുകയാണ്: മകനെ, മകളെ, നീ കർത്താവിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം എപ്പോഴും സമാധാനപൂർണ്ണമായിരിക്കും. അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും സമൃദ്ധി, ഒപ്പം തന്നെ സഹനങ്ങളിലും തകർച്ചകളിലും മനഃചാഞ്ചല്യം കൂടാതെ വ്യാപരിക്കാനുള്ള വലിയ കൃപ അത് ദൈവം നമുക്ക് നൽകുക ഞാനും നിങ്ങളും അവൻ്റെ വഴികളിലൂടെ നടക്കുമ്പോഴാണ്. നമ്മുടെ ഫസാറ്റ കൺവെൻഷന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങുമ്പോൾ, പ്രത്യേകമായിട്ട് ഈ ജൂലൈ മാസം 1-ാം തീയതി ഈ ഒരു മാസം ഈശോയുടെ തിരുരക്തത്തെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ജൂലൈ 5 ഫസാറ്റ കൺവെൻഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോയുടെ വഴികളിലൂടെ നടക്കാൻ ഒന്ന് സ്വയം പരിശ്രമിക്കാം. ഈശോ തൻ്റെ വഴികൾ നമ്മളെ പഠിപ്പിക്കട്ടെ. ഈശോയുടെ കരുണ നമ്മളിലേക്ക് ഒഴുകട്ടെ.